നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ആഗ്രഹിച്ചത് ഇപ്പോൾ സൗദി അറിഞ്ഞു തന്നതുപോലെയായി. ഇനി കുടുംബാംഗങ്ങളെ കൂടി സൗദിയിലേക്ക് പ്രവാസികൾക്ക് ധൈര്യമായി ക്ഷണിക്കാവുന്നതാണ്. സന്ദർശക വിസ വിപുലീകരിച്ചുകൊണ്ടാണ് സൗദിയുടെ ഈ നീക്കം. സൗദിയിൽ വിസയുള്ളവരുടെ സഹോദരൻ, സഹോദരി, അവരുടെ കുടുംബം, ഭാര്യ, ഭർത്താവ് എന്നിവരുടെ സഹോദരങ്ങൾ, അച്ഛൻ, അമ്മ എന്നിവരുടെ മാതാപിതാക്കൾ എന്നിവർക്ക് കൂടി സന്ദർശക വിസ അനുവദിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പ്രവാസികൾക്ക് ഇത് വലിയ അനുഗ്രഹമാകും. നിലവിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛൻ, അമ്മ എന്നിവർക്കാണ് സന്ദർശക വിസ അനുവദിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിപുലമാക്കാൻ ഒരുങ്ങുന്നത്. സന്ദർശക വിസ ലഭിക്കാൻ ഇഖാമയിൽ 3 മാസ കാലാവധി വേണം. അപേക്ഷകൻ നഫാത്ത് ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്ത് അതുവഴിയാണ് അപേക്ഷിക്കേണ്ടത് എന്നും പാസ്പോർട്ട് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. സാധുവായ താമസ തൊഴിൽ വിസയുള്ള എല്ലാ GCC സ്വദേശികൾക്കും വിസയില്ലാതെ സന്ദർശനം അനുവദിക്കുന്ന കാര്യവും സൗദി പരിഗണിക്കുന്നുണ്ട്. ഹജ്ജ് ഒഴികെയുള്ള ബിസിനസ്, ടൂറിസം, ഉംറ ആവശ്യങ്ങൾക്കായി ഗൾഫ് പ്രവാസികളെ സൗദിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതാണ് ഈ പുതിയ വിസ സംവിധാനം. എന്നാൽ ഗാർഹിക തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി തുടങ്ങിയ ചില വിസ വിഭാഗക്കാർക്ക് ഇത് ബാധകമായിരിക്കില്ല. സന്ദർശക വിസ വിപുലീകരിച്ചുകൊണ്ടുള്ള സൗദിയുടെ ഈ നീക്കം ടൂറിസം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വിപണിയുടെ വളർച്ചയ്ക്ക് കാരണമാകും. മാത്രമല്ല, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രത്യേക സന്ദർശക വിസയുമായി സൗദി അടുത്തിടെ രംഗത്തെത്തിയിരുന്നു. രാജ്യത്തേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി എന്നാണ് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ദിരിയ പദ്ധതിയിൽ ഈ വർഷം ബുജൈറി പ്രദേശം തുറക്കുമെന്നും 2019 രാജ്യം ആരംഭിച്ച ടൂറിസ്റ്റ് വിസകൾ ഇപ്പോഴും നിലവിലുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ടൂറിസം വിസയിൽ വരുന്നവർക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടാകില്ല. 2030 രാജ്യത്തിന്റെ GDPയിൽ ടൂറിസം മേഖലയുടെ സംഭാവന ഏകദേശം 10% ആക്കുന്നതിനായി $200 ബില്യൺ ചെലവഴിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.